മഹാലക്ഷ്മി സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിക്ക് വെച്ച വലിയ കെണിയിൽ നിന്ന് മഹാലക്ഷ്മി അത്ഭുതകരമായി രക്ഷപ്പെടുന്നത് കണ്ട് ഉണ്ണിയും വാമനും ആകെ നിരാശരാവുകയാണ്. അങ്ങനെ മഹാലക്ഷ്മി സൈറ്റിൽ നിന്നും പോയതിനു ശേഷം വാമനും ഉണ്ണിയും ആ മേസ്തിരിയെയും കൂട്ടി തട്ടിൻ്റെ അരികത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, താൻ എന്ത് പണിയാടോ ചെയ്തു വെച്ചത്? ഇതിലും ഭേദം തന്നെ ഏൽപ്പിക്കുന്നവരും അവർ രണ്ടിനും ഞങ്ങൾക്ക് മുകളിൽ നിന്ന് തള്ളിയിട്ടാൽ പോരായിരുന്നെല്ലാം ചോദിക്കുമ്പോൾ മേസ്തിരി പറയുന്നുണ്ട്, ഇല്ല സാറ്, ഞാൻ കൃത്യമായിട്ട് തന്നെ ചെയ്തത്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആ തട്ടിൽ ഒരാൾ ചവിട്ടണമെന്നും പോലുമില്ല. ഒരു കാറ്റ് വീശിയാൽ പോലും ആ തട്ട് പൊളിഞ്ഞ് നിലംപതിക്കാവുന്നതേ ഉള്ളൂ എന്നെല്ലാം മേസ്തിരി പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ താനൊന്ന് നടന്നു കാണിച്ചു താടോ എന്നെല്ലാം വാമൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. വാമൻ പറയുന്നുണ്ട്, താനെന്നാ ആദ്യം നടക്ക്, തനിക്ക് പിന്നാലെ ഞാനും ഉണ്ണിയും എല്ലാം നടക്കുക എന്ന് പറയുമ്പോൾ മേസ്തിരി പറയുന്നത്, ഇല്ല സാറേ, ഞാൻ നടക്കൂല. എന്തോന്ന് അപകടമാടാ, നിന്നോട് പണിയിൽ വെള്ളം ചേർക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നീ വെള്ളം ചേർത്തിട്ടുമുണ്ട്, ഞങ്ങൾക്കും നിനക്കും നേട്ടം ഉണ്ടായിട്ടുമുണ്ട്. അതുപോലെ തന്നെ നിന്നെ ഈ പണി ഏൽപ്പിച്ചപ്പോൾ നീ അതിൽ വെള്ളം ചേർത്തു. തന്ന അഡ്വാൻസ് താൻ തിരിച്ചു തരണം. അത് ഞാൻ ചെലവാക്കിയിട്ടില്ല സാറേ, ഞാൻ തന്നേക്കാന്ന് മേസ്തിരി പറയുന്നു. നിന്റെ തട്ട് ഭയങ്കര തട്ടാണെന്നല്ലേ നീ പറഞ്ഞത്? എന്നാൽ നിനക്ക് പേടിയാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ തന്നെ നടന്ന് കാണിച്ചു തരാമെന്നെല്ലാം വാമൻ വാശിയോടെ പറയാണ്. മേസ്തിരി പറയുന്നത്, വേണ്ട സാറേ, അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുന്നു. അപ്പോൾ വാശിയോടുകൂടി തന്നെ വാമദേവൻ ആ തട്ടുമേ ആഞ്ഞ് ചവിട്ടുകയാണ്. ഇപ്പോൾ കണ്ടോ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ വാമദേവനാണെങ്കിൽ നടന്ന് കാണിച്ചു തരാടാ എന്ന് പറഞ്ഞ് തട്ടിന് മുകളിലേക്ക് നടക്കുന്നു. അങ്ങനെ തട്ട് പൊളിഞ്ഞ് വാമദേവനും താഴേക്ക് നിലംപതിക്കുകയാണ്. ഇത് കാണുന്ന ഉണ്ണി ആകെ ഷോക്കായി പോവുകയാണ്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ അമ്മാവനെയും കൊണ്ട് ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ആ സമയം മേഘനാഥൻ്റെ ഫോൺ വരുന്നുണ്ട്. ആ മേഘേട്ട എന്ന് പറയുന്നു. എന്തായിടാ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഉണ്ണി ഇത് മാത്രമേ പറയുന്നുള്ളൂ, തട്ട് പൊളിഞ്ഞ് വീണു എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന മേഘനാണെങ്കിൽ സന്തോഷമാവുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം മേഘനാഥൻ പറയുന്നുണ്ട്, തട്ട് പൊളിഞ്ഞ് വീണു, അത് മാത്രമേ അവന് പറയാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ആളുണ്ടാകും, അതാണ് അവനൊന്നും പറയാൻ പറ്റാത്തത്. എന്തായാലും തട്ട് പൊളിഞ്ഞ് അവളും വീണ് ചിന്നി ചിതറി കാണുമെന്നെല്ലാം സ്വയം സന്തോഷിക്കുകയാണ് മേഘനാഥൻ. ഈ കാര്യത്തിൽ എൻ്റെ അച്ഛൻ്റെ അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയാട്ടോ മേഘൻ. കണ്ണൻ്റെ ഓഫീസിലേക്ക് എത്തുന്ന മഹാലക്ഷ്മിയോട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, അറിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ? എന്താ കണ്ണേട്ടാന്നൊക്കെ ചോദിക്കുന്നു. അമ്മാവൻ്റെ കാര്യങ്ങളൊന്നും താൻ അറിഞ്ഞില്ലേ എന്ന് പിന്നെയും ചോദിക്കുകയാണ് കണ്ണൻ. മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാനിപ്പോഴല്ലേ ഉണ്ണിയെയും അമ്മാവനെ എല്ലാം കണ്ടിട്ട് വന്നതെന്ന് പറയുന്നു. അന്ന് താൻ പോന്നതിന് ശേഷം അവിടെ ഒരു അപകടമുണ്ടായി, തട്ട് പൊളിഞ്ഞ അമ്മാവൻ താഴെ വീണു എന്നെല്ലാം പറയുമ്പോൾ മഹാലക്ഷ്മി ആകെ ഞെട്ടുകയാണ്. അപ്പോൾ കണ്ണൻ ചോദിക്കും, താനെന്തിനാടോ ഇങ്ങനെ ഞെട്ടുന്നത്? തനിക്ക് വേണ്ടി ഒരിക്കൽ കെണിയിൽ അയാൾ വീണു, അതാണ് സത്യം, അത് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല എന്ന് കണ്ണൻ ഉറച്ചു പറയുകയാണ്. മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഇപ്പോൾ അമ്മാവൻ എങ്ങനെയുണ്ട്? അതൊന്നും എനിക്കറിയില്ല, അവിടുത്തെ പണിക്കാരാണ് എന്നെ വിളിച്ച് പറഞ്ഞത് അമ്മാവൻ തട്ടിൽ നിന്ന് വീണ കാര്യം. എന്തായാലും ഉണ്ണി അമ്മാവനുമായിട്ട് ആംബുലൻസിൽ പോയിട്ടുണ്ടെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ എന്ന് കണ്ണൻ പറയുന്നു. പിന്നെ മേഘനാഥനാണെങ്കിൽ പ്രതാപനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മൾ ആഗ്രഹിച്ച കാര്യം നടന്നു, ആ മഹാലക്ഷ്മി മുകളിലേക്ക് പോയി, നമ്മൾ രണ്ടുപേരെ കൊണ്ട് സാധിക്കാത്ത കാര്യം അച്ഛനും ആ ഉണ്ണിയും ചേർന്ന് നടത്തി എന്നെല്ലാം പ്രതാപനോട് സന്തോഷത്തോട് പറയാണ്ടോ മേഘൻ. ഇതെല്ലാം കേൾക്കുന്ന പ്രതാപൻ പറയുന്നുണ്ട്, ഇതെല്ലാം നേരാണോ മേഘ? അന്നത്തെ പോലെ അവൾ വീണ്ടും തിരിച്ചു വരുമോ എന്നെല്ലാം സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അന്നത്തെ ക്ഷീണം ഇന്നും നമുക്ക് മാറിയിട്ടില്ല എന്നെല്ലാം പറയുമ്പോൾ, സത്യമാണ് അങ്കിളെ, ഇപ്പോൾ എന്നെ ഉണ്ണി വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ, തട്ട് പൊളിഞ്ഞു എന്ന് മാത്രമാണ് അവൻ എന്നോട് പറഞ്ഞത്. ഇതെല്ലാം കേട്ട് പ്രതാപനും ഒന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ പ്രതാപൻ ഈ വാർത്ത എത്രയും പെട്ടെന്ന് തന്നെ കരുണയെ അറിയിക്കുകയാണ്. കരുണയോട് പറയുന്നുണ്ട്, മേഘൻ ഇപ്പം എന്നെ വിളിച്ചു വെച്ചതേ ഉള്ളൂ, അവൾ പോയി മോളെ, എന്നേക്കുമായി അവൻ മുകളിലേക്ക് പോയി എന്നെല്ലാം പറയുമ്പോൾ ഇത് കേൾക്കുന്ന കരുണയ്ക്ക് വളരെയേറെ സന്തോഷമാവുന്നുണ്ട്. ഇത് കേൾക്കുന്ന കരുണ അച്ഛനോട് പറയുന്നുണ്ട്, ഇന്ന് എന്നോട് ഉണ്ണിയേട്ടൻ പറഞ്ഞതാണ്, ഇന്ന് മഹാലക്ഷ്മിയുടെ അവസാനത്തെ ദിവസമാണ്, ഇന്ന് ഞങ്ങളത് ദൗത്യം തീർത്തിട്ടേ വരുള്ളൂ എന്നെല്ലാം എന്നോട് പറഞ്ഞപ്പോൾ ഞാനിതൊന്നും വിശ്വസിച്ചില്ല അച്ഛാ. അപ്പോൾ എൻ്റെ ഉണ്ണിയേട്ടനെ കുറിച്ച് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു എന്നെല്ലാം കരുണ അച്ഛനോടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വാമദേവനാണ്. വാമദേവൻ ICUവിലാണ്. വളരെയേറെ ഗുരുതരമായ പരിക്കുകളോടെയാണ് ഇപ്പോൾ വാമദേവൻ ഉള്ളത്. ഉണ്ണിയാണെങ്കിൽ ICUയുടെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഡോക്ടർ വരുമ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നട്ടലിനാണ് പരിക്കേറ്റിരിക്കുന്നത്, കുറച്ച് ഗുരുതരാവസ്ഥ തന്നെയാണ്, ഒന്നും പറയാറായിട്ടില്ല എന്നെല്ലാം പറയുമ്പോൾ ഉണ്ണി ആകെ ഞെട്ടലോടെ കേൾക്കുകയാണ്. ഡോക്ടർ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട്, ഓപ്പറേഷൻ ചെയ്താലും അത് മുഴുവനായിട്ട് സക്സസ് ആവുമെന്ന് ഉറപ്പില്ല, പഴയതുപോലെ എണീറ്റ് നടക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല എന്നെല്ലാം പറയുന്നതോട് ഉണ്ണി ആകെ വേവലാതിപ്പെടുകയാണ്. ഒരുപക്ഷെ കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുകയും ജീവിതകാലം മുഴുവൻ വീൽചെയറിൽ ഇരിക്കേണ്ടി വരുമെന്നെല്ലാം പറഞ്ഞത് കേട്ട് ആകെ വിഷമിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് കാത്തിരുന്ന് കാണാം.